എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പരിപാടിയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2-4 സെമസ്റ്റർ പരീക്ഷകൾ ഇനി മാറ്റുമോ എന്നുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദ്യം സംശയം തന്നെയാണ്. ഇന്നലെ മുതൽ ടൈം ടേബിൾ വന്നപ്പോൾ വിദ്യാർത്ഥികൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളോട് ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ 2ാം സെമസ്റ്റർ പരീക്ഷ സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത് രാവിലെയും, അതുപോലെ തന്നെ 4ാം സെമസ്റ്റർ പരീക്ഷ സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത് വൈകുന്നേരം ഉച്ചയ്ക്കുമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പല വിദ്യാർത്ഥികൾക്കും തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ കുറച്ച് വിദ്യാർത്ഥികൾക്കെങ്കിലും രാവിലെ സപ്ലിമെൻ്ററി പരീക്ഷയും വൈകുന്നേരം റെഗുലർ പരീക്ഷയും എഴുതേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. പൊതുവേ സപ്ലിമെൻ്ററി ഉള്ള വിദ്യാർത്ഥികൾക്കാണ് നിലവിൽ ഇപ്പോൾ ഈ പ്രശ്നം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷ മാറ്റുമോ എന്നുള്ള കാര്യത്തിൽ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായിട്ട് ഇഷ്ടം കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും അടിക്കേണ്ട, മറക്കേണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിന് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സ്ആപ്പ് ചാനൽ കൂടി ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമറിയുന്ന പറഞ്ഞു കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2-4 സെമസ്റ്റർ പരീക്ഷ ഇനി മാറ്റുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും നമ്മളോട് ചോദിക്കുന്ന സംശയം തന്നെയാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും മുന്നിലും കുറച്ച് വിദ്യാർത്ഥികൾക്കെങ്കിലും ഒരു നേരിട്ട ഒരു പ്രശ്നമാണ്. രാവിലെ 2ാം സെമസ്റ്റർ പരീക്ഷയും ഉച്ചയ്ക്ക് 4ാം സെമസ്റ്റർ പരീക്ഷയും എഴുതേണ്ട ഒരു സാഹചര്യം പല വിദ്യാർത്ഥികൾക്കും ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുള്ളതായി ഇന്നലെ മുതൽ നമ്മളെ റിപ്പോർട്ട് അറിയിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിലവിൽ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായും പ്രിയ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, സാധാരണഗതിയിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നാമത് ഇപ്പോൾ വെക്കേഷൻ അവധിയാണ്, കടുത്ത ചൂടും മറ്റു കാര്യങ്ങളും കാരണം പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. സാധാരണഗതിയിൽ ചില സമയങ്ങളിലെല്ലാം ഏപ്രിൽ മെയ് മാസത്തിൽ പരീക്ഷ വെക്കാറുള്ളത് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് വളരെ കുറവാണ്. ചില ഘട്ടങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉൾപ്പെടെയുള്ളവ 2ാം സെമസ്റ്റർ പരീക്ഷയുടെ കേസ് എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം അത് ജൂണിലേക്ക് മാറ്റുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വർഷം അത് ഇപ്പോൾ 2ാം സെമസ്റ്റർ പരീക്ഷയായാലും 4ാം സെമസ്റ്റർ പരീക്ഷയായാലും മെയ് മാസം 7-ന് തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് FIUGPയുടെ കേസ് എടുത്താലും സപ്ലിമെൻ്ററിയുടെ കേസ് എടുത്താലും വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻ്റ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, രാവിലെയും ഉച്ചയ്ക്കും പരീക്ഷ വന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ FIUGP വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അവർക്കുണ്ടോ എന്നുള്ളത് വ്യക്തതയില്ല. തീർച്ചയായും ടൈം ടേബിൾ ശരിക്കും ഒന്ന് റീചെക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ 2 കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ രാവിലെ ഉച്ചയ്ക്കും പരീക്ഷ വന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത് എന്താണ്, 2 കാര്യങ്ങൾ അവർക്കിവിടെ ചെയ്യാൻ പറ്റും. ഇപ്പം അത് ചെയ്യുന്നത് കൊണ്ട് വലിയ കാര്യം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് യൂണിവേഴ്സിറ്റിയിലേക്ക് ഈ പ്രശ്നം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്തില്ല. ഇപ്പം കൂടുതൽ വിദ്യാർത്ഥികൾക്കൊന്നും ഈ പ്രശ്നം വന്നിട്ടില്ല. ഇപ്പം ചില വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രശ്നം വന്നിട്ടുള്ളൂ. അതിപ്പം 4ാം സെമസ്റ്റർ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് 2ാം സെമസ്റ്ററിൽ സപ്ലി ഉള്ളവർക്കാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. അല്ലാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ശതമാനം വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുറച്ച് വിദ്യാർത്ഥികളെ പരിഗണിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി പരീക്ഷ മാറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത കുറവാണ്. കാരണം ഈ പരീക്ഷ മാറ്റുക എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് കുറച്ച് ഇടങ്ങേറുള്ള കാര്യമാണ്. അത് മാത്രമല്ല യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ചിലവുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ യൂണിവേഴ്സിറ്റി പരീക്ഷ മാറ്റണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരീക്ഷ റീഷെഡ്യൂൾ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ ഒരു 90% സാധ്യതയില്ല. കാരണം അത് ചാൻസ് കുറവാണ്. കാരണം അല്ലെങ്കിൽ കൂടുതൽ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം, എല്ലാ വിദ്യാർത്ഥികളും തന്നെ ഈ പ്രശ്നം ഉന്നയിക്കണം. അത് ഒരിക്കലും സംഭവിക്കുകയില്ല. കാരണം ഇത് 4ാം സെമസ്റ്റർ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് 2ാം സെമസ്റ്റർ സപ്ലി ഉള്ളവർക്ക് മാത്രമാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. വളരെ കുറച്ച് പെർസെൻറ്റേജ് ആളുകൾക്ക് മാത്രമാണ് ഈ പ്രശ്നം വന്നത്. അതുകൊണ്ട് തന്നെ ഈ വഴി അത്ര പോസിബിൾ ആയിരിക്കും എന്നുള്ളത് ഉറപ്പല്ല. നിങ്ങൾക്ക് എന്നാലും യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കാം. വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി റിപ്പോർട്ട് ചെയ്യാം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ റിപ്പോർട്ട് ചെയ്യാതിരിക്കേണ്ട, എങ്ങാനും മാറ്റം വന്നു കഴിഞ്ഞാലോ, അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്തോ. രണ്ടാമത്തെ മാർഗം എന്ന് പറഞ്ഞത്, ഇപ്പോൾ മെയ് മാസം 7-നാണ് പരീക്ഷ തുടങ്ങുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഏപ്രിൽ മാസം 20-ആണ്. ഇന്നേക്ക് എന്തുണ്ട്, 17 ദിവസം നിങ്ങളുടെ മുമ്പിലുണ്ട്. പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കുക. ഇപ്പോൾ എല്ലാ പരീക്ഷകൾക്ക് ഇപ്പോൾ 2ാം സെമസ്റ്റർ പരീക്ഷ രാവിലെയും അതുപോലെ തന്നെ 4ാം സെമസ്റ്റർ പരീക്ഷ ഉച്ചയ്ക്ക് വരുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ ഫുള്ള് പഠിച്ചില്ലെങ്കിലും 2 പരീക്ഷയും ജയിക്കാൻ ആവശ്യമായത്, 2 പരീക്ഷയും ജസ്റ്റ് ഒന്ന് പാസ്സാകാൻ ആവശ്യമായതുള്ളതെങ്കിലും പഠിച്ചു പോവുക. അല്ലാത്ത സമയം അത് വല്ലാതെ ബുദ്ധിമുട്ടായി പോകും. ഇപ്പോൾ ഇതിൽ സപ്ലി വന്നു കഴിഞ്ഞാൽ വീണ്ടും 1 ഇയർ ആയി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നൊരു പ്രശ്നമുണ്ട്. തീർച്ചയായും
ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും ഒക്കെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഈസ് കൃത ഫോൺ സബ്സ്ക്രൈബ് ഫോർ വാച്ചിങ്. ബൈ.